ഹലോ നമസ്കാരം. അങ്ങനെ കങ്കുവ എന്തുവാ എന്നതിന് ശേഷം റിട്ടയർ ആവാൻ വന്നിരിക്കുകയാണ് നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യ അണ്ണൻ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സൂര്യയും ഒരു ലോഡ് വില്ലന്മാരും, അതാണ് പടം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആകെ പോസിറ്റീവായി തോന്നിയത് കുറച്ച് വിഷ്വൽസും മ്യൂസിക്കും പിന്നെ കുറച്ച് ആക്ഷൻ സീക്വൻസും അവിടെ ഇവിടെയും. പക്ഷെ ടെക്നിക്കലി കുറച്ച് അവിടെ ഇവിടെയും ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ ഒന്നും ഓക്കെ ആയിട്ട് ഒന്ന് കണ്ടിരിക്കാം. പക്ഷെ സെക്കൻഡ് ഹാഫ് ആണ് ദുരന്തം തുടങ്ങുന്നത്. പ്രശ്നം എന്താന്ന് വെച്ചാൽ വേസ്റ്റ് കഥയും തിരക്കഥയും, അതുപോലെ തന്നെ റൊമാൻസ് ആണേലും വയലൻസ് ആണേലും ഇമോഷൻസ് ആണെങ്കിലും ഒന്നും കണക്ട് ആവുന്നില്ല സിനിമയിൽ. പിന്നെ വില്ലന്മാരുടെ കേസ് പറയുകയാണെങ്കിൽ പ്രകാശ് രാജ്, നാസർ, ജോർജ് ജോർജ് എല്ലാരും വില്ലന്മാരാണ്. അതുപോലെ തന്നെ നല്ല വെറുപ്പിക്കലുമാണ്. ഒരു വില്ലൻ വേറെ വരുന്നുണ്ട്, ഒരു ശോഷിച്ച ടാറ്റോ ഒട്ടിച്ച ഒരു മനുഷ്യൻ. എന്താ അവന്റെ പേര്? വിദ്യാശങ്കർ നീലമേഘോ അങ്ങനെ എന്തൊരു പേരും. മലയാളികളായിട്ട് കുറെ പേര് അഭിനയിക്കുന്നുണ്ട്. സ്വാസിക, ജോജു ജോർജ്, ജയറാം, പിന്നെ നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ വില്ലനായിട്ട് അഭിനയിച്ച മറ്റേ സുജിത് ശങ്കർ. ആകെ സുജിത് ശങ്കർ മാത്രമാണ് അധികം വെറുപ്പിക്കാതിരുന്നത്. ബാക്കി ജയറാമൊക്കെ ഒടുക്കത്തെ വെറുപ്പിക്കലായിരുന്നു. പടത്തിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൂര്യയുടെ ലുക്കും, അതുപോലെ സ്ക്രീൻ പ്രസൻസ്, സ്റ്റൈല്, അതുപോലെ കരാട്ടയുടെ കുറച്ച് പരിപാടികൾ, അതൊക്കെ ഓക്കെ ആയിട്ട് തോന്നിയിരുന്നെങ്കിലും പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നില്ലടേ എവിടെയും. പടം കണ്ടതിൽ ആകെ ഒന്ന് മുതലായിട്ട് തോന്നിയത് എനിക്ക് ആ സൂര്യയുടെ ഒരു ലുക്ക്, അല്ലെങ്കിൽ സൂര്യയുടെ ഒരു ഇൻട്രോ സീനും, പിന്നെ കല്യാണത്തിന്റെ സമയത്തുള്ള ഒരു കല്യാണ സീനും ആ ഒരു സോങ്ങും ഫൈറ്റ്, അതൊക്കെ ഒരു ഓക്കെ ആയിട്ട് തോന്നി. അത് മാത്രമുള്ളൂ പടത്തിൽ കാണാനായിട്ട്. പിന്നെ പടത്തിന്റെ മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആണ്. ഒടുക്കത്തെ ലെങ്ത് ആണ്. അതായത് ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഒന്ന് കഴിഞ്ഞ് തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തിയേറ്ററിൽ നമ്മൾ ഇരിക്കുന്നത്. ഒരു പരിധി കഴിയുമ്പോൾ സോങ്സ് ആയാലും ആക്ഷൻസ് ആയാലും ഓവറാണ്. അതായത് കണ്ട് കണ്ട് നമുക്ക് മടുത്തു പോകും. അങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം. അവിടെ എന്താണ് പറയാ, ചുരുക്കി പറഞ്ഞ എന്തിനോ വേണ്ടി ഒരു കഥ ഉണ്ടാക്കി, പിന്നെ അതിനു വേണ്ടി എന്തിനോ വേണ്ടി ഒരു തിരക്കഥ ഉണ്ടാക്കി, പിന്നെ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി വിജയ് വരുന്ന പോലെ സൂര്യ അണ്ണനെ കൊണ്ടുവന്നു. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ക്രിഞ്ച് പടം. അപ്പൊ അത്രയൊക്കെ ഉള്ളടേ. ഇനി അടുത്ത പടത്തിന്റെ റിവ്യൂ ആയിട്ട് കാണാം. ബൈ.